അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ കാലമാണ്, മൊബൈൽ കാലമാണ്. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു സംഗതിയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും എല്ലാ സമയത്തും മൊബൈൽ വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം. എല്ലാ സമയത്തും മക്കളെന്ന് പറഞ്ഞാൽ ചെറിയ 2 വയസ്സ് മുതൽ 1.5-2 വയസ്സ് മുതൽ തന്നെ മൊബൈൽ കൊടുത്താൽ മാത്രമേ മക്കൾ അടങ്ങിയിരിക്കും. അതുകൊണ്ടാണ് മക്കളെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ട് കിട്ടിയതെല്ലാം തോണ്ടി അവർ കേൾക്കുകയോ കാണുകയോ ചെയ്യരുത്. അതിന് നമ്മൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണം. അതിനുവേണ്ടി മക്കൾക്ക് ഏത് രീതിയിലുള്ള ഒരു സെർച്ച് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ളതാണ് മക്കൾ കേൾക്കേണ്ടത്, ഏത് കേട്ടാലാണ് അവർക്ക് നല്ലതായിരിക്കുന്ന ഒരു അറിവ് കിട്ടുന്നത്, അതുപോലെ അതിനെ തുടർന്ന് അവർക്ക് പഠനം കിട്ടണം, അതുപോലെയുള്ള അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം മദ്രസ ചേർക്കൽ. നമ്മൾ മുജാഹിദ് മദ്രസ ആകട്ടെ, സുന്നി മദ്രസ ആകട്ടെ, ഏത് ആകട്ടെ, അവിടെ ചെയ്യുന്ന പഠനം ഏത് രീതിയിലാണ് എന്ന് നമ്മൾ പരിശോധിച്ച് വേണം മക്കളെ മദ്രസയിലേക്ക് കൂട്ടേണ്ടത് പോലും. പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് കൂടുതൽ. അന്ധവിശ്വാസവും പിന്നെ ഈ ഭയങ്കര കൂടിയതായിരിക്കുന്ന ഈ കറാമത്തുകളും ഉപ്പാപ്പന്മാരെ വിളിക്കലും അവരോട് തേടുകയും അവരെ പ്രാർത്ഥിക്കുകയും അവരെ വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ മുസ്ലിയാക്കന്മാരെ തൊട്ട് കാക്കണം ഈ മക്കളെ. അവർക്ക് വേണ്ടി നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ സ്റ്റഡി ചെയ്ത് വേണം മക്കളെ മദ്രസയിൽ കൂട്ടുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ മദ്രസ ആണെങ്കിലും അവിടെയുള്ള ഉസ്താദന്മാർ ഏത് രീതിയിലാണുള്ളത് എന്ന് നോക്കേണ്ടതാണ്. എല്ലാവരും അന്ധവിശ്വാസക്കാരല്ല. അവർക്കറിയാം മക്കളെ ഏതുപോലെയാണ് പഠിപ്പിക്കേണ്ടത്. ഇവർ പറഞ്ഞു കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും അട്ടഹസിക്കുന്നതും അവർ എന്തിനാണ് അട്ടഹസിക്കുന്നത്? അവരുടെ ജീവിതമാർഗമാണ്. അവർക്ക് ജോലി ചെയ്യാതെ ഇതിനെ കണ്ട് ഇതിൽ വ്യൂസ് ഉണ്ടാക്കി മടവൂർ ഷെയ്ഖ് എന്ന് പറഞ്ഞ് അത് സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുമ്പോൾ ഈ മുസ്ലിയാർ തന്നെ പറഞ്ഞതും അട്ടഹസിച്ചതായിരിക്കുന്ന വീഡിയോകൾ കാണണം, കണ്ട് വ്യൂവേഴ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന വരുമാനം കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരു പൂതിയോടുകൂടെയാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ പുതുതായിരിക്കുന്ന ചെറിയ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ഈ മുസ്ലിയാർ എന്താണ് അട്ടഹസിക്കുന്നത് എന്ന് ആദ്യമായി കേൾക്കുക. ഈ ബഡക്കൂസ് മുസ്ലിയാറുണ്ട്, ഇതുപോലെ ഇദ്ദേഹം അട്ടഹസിച്ചാലും പറഞ്ഞാലും ഇദ്ദേഹത്തിനടുത്ത് നമ്മളെ മദ്രസയിലേക്ക് നമ്മളെ കുട്ടികൾ ചേർത്താലും ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പോലും നമ്മൾ ചിന്തിക്കണം. ഈ മുസ്ലിയാർ എന്താണ് പറയുന്നത് എന്ന് ആദ്യമായി കേൾക്കുക സഹോദരന്മാരെ. മഹാനായ CM ഉപ്പാപ്പയെ കുറിച്ച് അദ്ദേഹം എന്നോട് പറയാണ്, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ്, എനിക്ക് 3 മക്കളുണ്ടായി. ആ 3 മക്കളും സുബ്ഹാനല്ലാഹ് പ്രസവിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് 3 മക്കളുണ്ടായിട്ട് ആ 3 മക്കളും മരിച്ചുപോയി ഉസ്താദേ. എനിക്ക് 3 മക്കളുണ്ടായി, ആ 3 മക്കളും മരിച്ചുപോയി. ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഒരു കുട്ടി ഉണ്ടായി, മരിച്ചുപോയി. കുറെ കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി ഉണ്ടായി, അതും മരിച്ചുപോയി. പിന്നെയും ഒരു കുട്ടി ഉണ്ടായി, അതും മരണപ്പെട്ടുപോയി. ഞാൻ ആകെ ബേജാറായി. അവസാനം ഞാൻ മഹാനരായ CM ഉപ്പാപ്പ അവിടുത്തെ ഹളറത്തിൽ വന്നു. ഉപ്പാപ്പയോട് പറഞ്ഞു, ശൈഖേ തങ്ങളെ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ദുആ ചെയ്യാൻ അറിയില്ല. അവസാനം എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടുത്തെ ഹളറത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഉസ്താദേ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നീട് എന്റെ ഭാര്യ ഗർഭിണിയായി. ആ ഭാര്യ പ്രസവിച്ചു. അതേ, ഒരു ആൺകുട്ടി പ്രസവിച്ചു. പിന്നീട് ഒരു പെൺകുട്ടി പ്രസവിച്ചു. ഒരു പ്രശ്നവുമില്ല. ഇന്നും അവരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. CM വലിയുള്ള ശൈഖരേ, പാപങ്ങൾ ഞങ്ങളെ കാക്കണേ, പാപം പൊറുത്തങ്ങ് ചേർക്കണേ, ശൈഖനായ
കേട്ടല്ലോ സഹോദരന്മാരെ, ഇതാണ് അവസ്ഥ. ഇതുപോലെയുള്ള ഈ ഓൺലൈൻ മുസ്ലിയാക്കന്മാർ, ഓൺലൈൻ മജ്ലിസ് ചെയ്യുന്നവർ, ഇവർ ഒരിക്കലും ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ല. ഇതുപോലെ വെറുതെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഔലിയാക്കന്മാർ ആണെങ്കിൽ അവരെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവർ ഔലിയാക്കന്മാരാണ്. ഒരുപാട് ഔലിയാക്കന്മാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായേക്കാം. സ്ത്രീകളാണ് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരും മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഹിദ്മത്തെടുക്കുന്നതും ഉസ്താദന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ എല്ലാ രീതിയിലും അവർക്കുള്ളത്ര ഭക്തിയും ഭയവും സ്ത്രീകൾക്കുള്ളത്ര ഭക്തി ഭയവും ആർക്കുമില്ല എന്ന് പറയാം. അതുപോലും ഇവർ പറയാൻ തയ്യാറല്ല. അതുപോലെയുള്ള വയസ്സന്മാരായി അവർ മരണപ്പെട്ടാൽ അവർ ഔലിയാക്കന്മാരായിരിക്കും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം ഈ സ്ത്രീകൾ. വീട്ടിലുള്ള ഉമ്മമാർ അതെന്ത് ശ്രദ്ധിക്കാത്ത നിങ്ങൾ? ഇവിടെ ഇതിനെ വിട്ട് അതിനെ അട്ടാസിച്ചും കൊണ്ട് കറാമത്ത് പറഞ്ഞും കൊണ്ട് വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കി അങ്ങനെ അവർക്ക് വയസ്സന്മാരായി അവരുടെ താടിയും എല്ലാം നരച്ച് മുതിമുത്തച്ഛന്മാരായി മരിച്ചു പോയാൽ അതിന് ശേഷം അവരാണ് ഔലിയാക്കന്മാർ. അതല്ലേ ഇതുവരെ ഒരുപാട് ആൾക്കാർ ചെയ്തത് നിങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെയുള്ള ഈ കള്ളസന്യാസിയന്മാരാണ് ഇവരെ കൊണ്ട് നമ്മുടെ മദ്രസയിൽ മക്കൾക്ക് പഠിപ്പിച്ചാൽ സാധ്യമേ അല്ല. ഈ മക്കൾ പൊട്ടായി പോകുമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ വിശ്വാസം പൊട്ടായി പോകും. അവർ നരകത്തിലേക്കാണ് നയിക്കുന്നത് അവസാനം അവരുടെ മക്കളും. പിന്നെ അതുകൊണ്ട് നമ്മളെ മക്കളെ സൂക്ഷിക്കണം. ഏതുപോലെയാണ് നമ്മളെ മക്കളെ നമ്മൾ ഏത് രീതിയിലാണ് ചെറിയ മക്കൾക്ക് അവർ മദ്രസം സ്കൂൾ ഒന്നും പോയിട്ടില്ല എങ്കിലും അവർക്ക് നല്ല ബോധമാണ് ഈ മൊബൈലിനെ കൊണ്ട്. മൊബൈലിൽ എന്ത് സെർച്ച് ചെയ്യണം, ഏത് രീതിയിലാണ് ഏതാണ് കേൾക്കേണ്ടത് എല്ലാം അവർക്ക് അറിയാം. അതുകൊണ്ട് അവർക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന പാട്ടുകൾ അത് അള്ളാഹുവിനെ വിളിക്കുന്നതായിരിക്കണം. അള്ളാഹു എന്നാൽ എന്ത് എന്നുള്ളതായിരിക്കുന്ന ചുവട്ടിലേക്ക് അവർക്കിപ്പം മനസ്സിലായില്ലെങ്കിൽ പോലും അതിനെ കേൾപ്പിക്കാനും അതിനെ ശീലിപ്പിക്കാനും നമ്മൾ തയ്യാറാക്കണം. ഇതുപോലെയുള്ള പൊട്ടന്മാരുടെ അടുക്കലേക്ക് മദ്രസയിലേക്ക് അയക്കരുത്. മദ്രസയിലേക്ക് അയക്കുമ്പോഴും അവർ മുജാഹിദ് മദ്രസ ആകട്ടെ, സലഫി മദ്രസ ആകട്ടെ, സുന്നി മദ്രസ ആകട്ടെ, അവിടുത്തെ ഉള്ളതായിരിക്കും ഉസ്താദിൻ്റെ വിശ്വാസം ഏത് രീതിയിലാണ് എന്ന് പരിശോധിച്ച് വേണം വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും രണ്ടും നമ്മൾ പഠനം ചെയ്ത് അതിന് ശേഷമേ മദ്രസയിൽ കൂട്ടാവൂ എന്ന് പോലും മനസ്സിലാക്കണം. ഈ പൊട്ടൻ പറയുന്നതിനെ കേട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കാൻ കാരണം. അതുകൊണ്ട് ഏത് രീതിയിലാണ് നമ്മളെ മക്കൾക്ക് ഏതാണ് വെച്ച് കൊടുക്കേണ്ടത്, ഏതാണ് അവരെ നമ്മൾ മൊബൈലിൽ നിന്ന് കേൾപ്പിക്കേണ്ടത് എന്ന് പോലും നിങ്ങൾ കാണിക്കാം. അതിനെ കേട്ടുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.